തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ രാജിയിലും വിമതശല്യത്തിലും പൊറുതിമുട്ടി മുന്നണികൾ. പാലക്കാട് DCC അംഗം ഉൾപ്പെടെ 50ഓളം പേർ കൂട്ടത്തോടെ രാജി പ്രഖ്യാപിച്ചു. പാലക്കാട് കോൺഗ്രസ് നേതൃത്വം പണം വാങ്ങി സീറ്റ് നൽകിയെന്ന ആരോപണവുമായി മഹിളാ കോൺഗ്രസ് നേതാവും രംഗത്ത് വന്നു. പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് മുന്നണികൾ ഒരുങ്ങുമ്പോൾ വോട്ട് വെട്ടിനിരത്തലും മറുകണ്ഠം ചാടലും സീറ്റിനായി പണം ആരോപണവും ശക്തമായി കഴിഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് പ്രചരണവും ആരംഭിച്ചതിന് പിന്നാലെയാണ് പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ശില്പദാസിന് വോട്ടില്ലെന്ന വിവരം പുറത്തുവന്നത്. 6ാം വാർഡിൽ മത്സരിക്കാനൊരുങ്ങുന്ന ശില്പദാസിനായി LDF നാമനിർദ്ദേശ പത്രികയും തയ്യാറാക്കിയിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പാലക്കാട് കോൺഗ്രസിലും കൂട്ടരാജി. DCC അംഗം കിദർ മുഹമ്മദ്, ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ 50 പ്രവർത്തകർ രാജിവെച്ചു. കുന്നത്തൂർമേട് നോർത്ത് വാർഡിൽ കുടുംബവാഴ്ചയ്ക്ക് DCC നേതൃത്വം ഒത്താശ ചെയ്യുന്നുവെന്ന് ആരോപിച്ചാണ് കൂട്ടരാജി. അതിനിടെ പാലക്കാട് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ സീറ്റിനായി പണം വാങ്ങിയെന്ന ആരോപണവുമായി മഹിളാ കോൺഗ്രസ് നേതാവ് രംഗത്തെത്തി. മഹിളാ കോൺഗ്രസ് പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രീജ സുരേഷാണ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. നമ്മളെ സംരക്ഷിക്കേണ്ടവരും തന്നെയാണ് ഈ തങ്കപ്പൻ, അവരെ മാതിരിയുള്ളവരൊക്കെയാണ് ഈ പണം വാങ്ങിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. മിനിഞ്ഞാന്ന് രാത്രിയാണ് ഇവരുടെ കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നത്. നാട്ടിൽ മുഴുവൻ പ്രചരണമാണ്, എൻ്റെ വാർഡിൽ മൊത്തം പ്രചരണമാണ് ഇവർ ഈ വിലപേശി ഉറപ്പിച്ച കാര്യം. എറണാകുളം പല്ലാരിമംഗലത്ത് CPM-ന് തലവേദനയായി ലോക്കൽ കമ്മിറ്റി അംഗം റിബലായി മത്സരിക്കും. പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ OE അബ്ബാസാണ് സീറ്റ് നിഷേധിച്ചതോടെ വിമതനായി മത്സരിക്കുന്നത്. 11ാം വാർഡ് മാവുടിയിൽ അബ്ബാസ് സ്ഥാനാർത്ഥിയാകും. എറണാകുളം കോതമംഗലം പിണ്ടിമന പഞ്ചായത്തിൽ UDF മെമ്പറായിരുന്ന രാജി റോയ് സീറ്റ് നിഷേധിച്ചതോടെ LDF പാനലിൽ മത്സരിക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മീഡിയ 1.